മെയ് മാസം 24, 25, 26 തീയതികളിൽ ഹരിയാനയിലെ ഫരീദാബാദിലുള്ള സൂരജ് കുണ്ട് എന്ന ഒരു കേന്ദ്രത്തിൽ വെച്ചായിരുന്നു CITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ യോഗം. ആ ജനറൽ കൗൺസിൽ യോഗം നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വലിയ ദിശാബോധവും വലിയ സമര തീക്ഷ്ണമായ അനുഭവങ്ങളും പങ്കുവച്ചാണ് പിരിഞ്ഞത്. അതിലേറ്റവും പ്രധാനം അത് സംഘടിപ്പിച്ച പ്രദേശമാണ്. സാധാരണഗതിയിൽ ഹരിയാന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ധാരണ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരു ഭൂപ്രദേശമെന്നാണ് നമ്മുടെ ധാരണ. ആ ധാരണ വെച്ചുകൊണ്ടാണ് ഞാനും അവിടെ ചെന്നത്. എന്നാൽ ഹരിയാനയുടെ വ്യവസായ തലസ്ഥാനമെന്നറിയപ്പെടുന്ന ഫരീദാബാദ് അടുത്ത അവിടെ മെട്രോ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ചുവന്ന കൊടിമരങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഹരിയാനയുടെ ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. CITU എന്ന് ആലേഖനം ചെയ്ത കൊടിമരങ്ങൾ ധാരാളമായി ഉണ്ടാകും. തന്നെയല്ല, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്ട് 900-ലേറെ ഓട്ടോറിക്ഷകളാണ് ആ നഗരത്തിലുള്ളത്. ആ ഓട്ടോറിക്ഷകൾ ഒന്നൊഴിയാതെ മുഴുവൻ CITU യൂണിയനിലുള്ള തൊഴിലാളികളാണ്. ആ ജനറൽ കൗൺസിൽ യോഗം നടക്കുമ്പോൾ ആ തൊഴിലാളികളാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മുഴുവൻ ഡെലിഗേറ്റ്സിനെയും സൗജന്യമായി സമ്മേളന സ്ഥലത്തും താമസ സ്ഥലത്തും കൊണ്ടെത്തിച്ചു. തിരികെ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നു. സമ്മേളന സ്ഥലവും അതേപോലെ തന്നെ ആളുകൾക്ക് താമസവും തമ്മിൽ ചെറിയ ദൂരമുണ്ട്. രാപ്പകലില്ലാതെ ഈ 900-ഓളം തൊഴിലാളികൾ ഊഴം വെച്ച് തിരിഞ്ഞു വന്നിട്ട് ഈ ആളുകളെ കൊണ്ടുവിടുന്ന സൗജന്യമായ ഒരു സേവന പ്രവർത്തനം, അത് അവിസ്മരണീയമായൊരു അനുഭവമാണ്. ആ ജനറൽ കൗൺസിൽ യോഗം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സിനെ അവിടെ എത്തിക്കുകയും അവർക്ക് 3 ദിവസം നല്ല താമസവും നല്ല സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് അവരുടെ സമരാനുഭവങ്ങൾ പങ്കുവെക്കാനും ഭാവികാല ഇന്ത്യയിൽ നരേന്ദ്രമോദി കോൺഗ്രസ് തുടങ്ങി വെച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ് തീവ്രവേഗതയിൽ നടപ്പാക്കുന്ന ഉദാരവൽക്കരണ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ തകർത്തെറിയുന്നതിനെതിരെ ഈ ജൂലൈ മാസം 9 നടക്കുന്ന പണിമുടക്കടക്കമുള്ള രാജ്യത്തെ തൊഴിലാളികളുടെ പോരാട്ടത്തിന് വലിയ കരുത്ത് പകർന്ന ആ ജനറൽ കൗൺസിൽ വിജയിപ്പിക്കുന്നതിന് അവിടുത്തെ ഫാക്ടറി തൊഴിലാളികൾ, അവിടുത്തെ സർക്കാർ ജീവനക്കാർ, അംഗൻവാടി ആശാപ്രവർത്തകർ അവരെല്ലാം നടത്തിയ ഒരു വല്ലാത്ത പ്രവർത്തനം, വല്ല അസൂയാർഹമായ പ്രവർത്തനം ആവേശഭരിതമാക്കി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വന്ന തൊഴിലാളി വർഗ പ്രവർത്തകർക്കാകെ ആവേശമുണ്ടാക്കുന്നൊരു അനുഭവമായിരുന്നു. മാത്രമല്ല, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലെ ഈ വലിയ ചുവപ്പ് മുന്നേറ്റം ഭാവി ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ആ പ്രതീക്ഷയ്ക്ക് വലിയ ദൂരമില്ല, ആ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്ന് ബോധ്യപ്പെട്ടാണ് ആ ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത തിരികെ വന്നവരുടെ മുഴുവൻ പേരുടെയും മനസ്സിൽ ഒരേ വികാരം: ഈ ഇന്ത്യ ചുവക്കാൻ അധിക താമസം വേണ്ടിവരില്ല, വലിയ അല്പസമയമെടുത്താലും വലിയ മാറ്റം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്ന പ്രതീക്ഷാനിർഭരമായ സന്ദേശത്തോടെയാണ് അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്.